ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മളെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ മുതൽ മുടക്കിൽ നല്ല വരുമാനം നേടാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഹെയർ ആക്സസറി ബിസിനസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കയ്യിലുള്ള പോക്കറ്റ് മണി വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക, നല്ല ഡിസൈൻസ് ഉണ്ടാക്കുക, നല്ല കളർ കോമ്പിനേഷൻസ് ശ്രദ്ധിക്കുക. ഇതുപോലെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി കാട്ടിക്കൂട്ടി എൻ്റെ പ്രൊഡക്റ്റ് സെയിലാകുന്നില്ല പറയുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള നല്ല കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ വൈറ്റ് കളർ സാറ്റിൻ റിബൺ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഗോൾഡൻ കളർ പോളൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോളൻസൊക്കെ ഒരു ബഞ്ചിന് 35 രൂപ അങ്ങാറ്റേ ഉള്ളൂ. ആ ഒരു ബഞ്ചിലെ പോളൻസ് വെച്ചിട്ട് നമുക്ക് 2-3 ഹെയർ ബാൻഡ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡിൽ സാറ്റിൻ റിബൺ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റിൽ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എപ്പോഴും ഒരേ ടൈപ്പ് ഫ്ലവർ ഒരേ ഡിസൈൻ തന്നെ ചെയ്യുന്നതിനേക്കാളും വെറൈറ്റി ഡിസൈൻസ്, വെറൈറ്റി ഫ്ലവേഴ്സ്, വെറൈറ്റി കളേഴ്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനിത് ഇവിടെ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഇതിൽ കുറച്ച് വ്യത്യാസമായിട്ട് ഒരു റോസ് ഫ്ലവർ ഒന്ന് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് സാരിൻ റിബൺ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കോർണർ ഷേപ്പിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വലത് വശം ഉണ്ടല്ലോ, അത് ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒന്നുകൂടി കാണിക്കുക. ഇതേപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് നിന്ന് ഇതേപോലെ 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത് നിൽക്കണമെന്നില്ല, അതായത് പെട്ടെന്ന് ഇളകി പോകും. അപ്പം നമ്മൾ ചുറ്റി വരുന്നതിന് കണക്കായിട്ട് ഒന്ന് ഇളകി പോകുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൂചി നൂലും എടുത്തിട്ട് അതിൻ്റെ അറ്റം നമ്മൾ എത്രത്തോളം ഫോൾഡ് ചെയ്തു അതിൻ്റെ അറ്റം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒറ്റൊരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. അത് അവിടെ സെക്യൂറായിട്ട് നിന്നോളും. അതിനുശേഷം ഇടത് കയ്യിലുള്ള നമ്മുടെ ആ ഒരു ഭാഗം നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്ത് പിറകിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അതായത് ഇതേപോലെ ബാക്ക് സൈഡിലേക്കൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മളെ ഇടത് കൈയിലുള്ള ഭാഗം ബാക്ക് സൈഡിലേക്കൊന്ന് മടക്കാം, വലത് കൈയിലുള്ള ഭാഗം ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇതേപോലെ നമുക്ക് എത്രത്തോളം ഈ ഫ്ലവറിന് വലിപ്പം വേണോ അത്രത്തോളം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ, അതായത് ഒരു റോസിൻ്റെ ഷേപ്പിലുള്ള നല്ലൊരു ഫ്ലവർ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെയർ ബാൻഡിന് മാത്രമല്ല, നമ്മളെ കുട്ടികളെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഷോ ബട്ടൺസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് മൊത്തമായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇടത് കയ്യിലുള്ള ഭാഗം പിറകു വശത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വലത് ഭാഗത്തുള്ള ഭാഗം ഇതേപോലെ ചുറ്റി വരിക. നമുക്കത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ കുറച്ചൊരു എന്താ പറയുക ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് പിന്നെ ആ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കൈയുടെ വേഗം കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം മൊത്തമായിട്ട് ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സൂചി നൂല് വെച്ചിട്ട് നമ്മൾ എത്ര ചുറ്റാണോ ചുറ്റിയത് അതേപോലെ മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ അത് അവിടെ സെക്യൂറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതേപോലെ ഫ്ലേവർ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇളകി പോവാതിരിക്കാൻ ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയാണ്, നമ്മൾ സൂചി നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് സെക്യൂറാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരറ്റം നമ്മളൊന്ന് വിട്ടുപോയാൽ ആദ്യം മുതലേ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ മൊത്തമായിട്ടൊന്ന് ഞാൻ ചുറ്റി കൊടുത്തിട്ട് എനിക്ക് വേണ്ടുന്ന അളവിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് ഒരുക്കി കൊടുക്കുക. അതിനുശേഷം അതൊക്കെ ചേർത്തിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. ഒരു സ്റ്റിച്ചല്ല, നമ്മൾ 2-4 ഭാഗത്തുനിന്നും ഇതേപോലെ എല്ലാ ഫെതേഴ്സും, അതായത് നമ്മൾ എത്ര ചുറ്റിനും ആ ഒരു ഓരോ ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ചാക്കിയിട്ട് ടൈറ്റിലൊന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ അത് ഇളകി പോവുകയില്ല, അത് നല്ല സെക്യൂറായിട്ട് അങ്ങനെ നിന്നോളും. ഇതുപോലെ ഞാൻ 6 ഫ്ലവറും അതിൻ്റെ സെൻറ്ററിൽ ഓരോ എന്താ പറയുക ഷോ ബട്ടൺസോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബീഡ്സോ, ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ലേസ് സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. ഗോൾഡൻ കളർ ബീഡ്സ് എടുക്കാം, സീക്വൻസ് എടുക്കാം, എന്ത് വേണമെങ്കിൽ ഷോ ബട്ടൺസ് എടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം ഞാനിവിടെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്ലവറിൻ്റെ അടിയിൽ
ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ അടിയിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ അടിയിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ അടിയിൽ സ്റ്റിച്ച് ചെയ്ത ആ നൂലോ കാര്യങ്ങളൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ അതവിടെ നല്ല നീറ്റിൽ അവിടെ നിന്നോളും. ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കത് ഹെയർ ബാൻഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഹെയർ ബാൻഡിൽ ആ ഒരു ഹെയർ ബാൻഡിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഗമ്മ തേച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഗമ്മ തേച്ച് കഴിഞ്ഞാൽ ഉടനെ കൈ എടുക്കാൻ പാടില്ല. അത് കുറച്ച് നേരം അത് അവിടെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക നമ്മളെ ഒട്ടിച്ചു കൊടുത്ത് അതവിടെ തള്ളവിരൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വിരലെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ വിരലിൻ്റെ കൂടെ തന്നെ ആ ഫ്ലവർ നമ്മുടെ കൈൻ്റെ ഒപ്പം അങ്ങ് പോരും കേട്ടോ. ഗമ്മ തേച്ച ഉടനെ നമ്മൾ അത് വിടാനോ കൈ എടുക്കാനോ പാടില്ല. അത് എന്താ പറയുക കുറച്ച് നേരം അതിങ്ങനെ അമർത്തി പിടിക്കാം. ഞാൻ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ പോളൻസ് ഉണ്ടല്ലോ, ആ പോളൻസ് അത് ജസ്റ്റ് ഇത് കാണാത്തവരാണെങ്കിൽ ഒന്ന് നോക്കിക്കുക. ഇതിൻ്റെ അടിയിൽ കമ്പിയാണ് കേട്ടോ. അതായത് ഇതേപോലുള്ള കമ്പിയാണ് ഇതിൻ്റെ അടിയിലുണ്ടാവുക. കമ്പിയിൽ ഇതേപോലെ പോളൻസ് മൊട്ട് പോലെ ഇങ്ങനെ കോർത്തതാണ്. അപ്പോൾ ഈ കമ്പി ഇതേപോലെ ഒന്ന് അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. അതുപോലെ എല്ലാ ഗ്യാപ്പിലും ഞാൻ ഇതേപോലത്തെ ഓരോ പോളൻസ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ജസ്റ്റ് നല്ല ടൈറ്റിലൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റിലൊന്ന് വലിച്ചൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം നല്ല നീറ്റിൽ അതവിടെ നിന്നോളൂ. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബാൻഡ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ശരിക്കും എന്താ പറയുക നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതേപോലെ നല്ല എന്താ പറയുക നമുക്ക് തന്നെ ഒരു കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു നല്ലൊരു ഡിസൈനാണ്. ഇത് കാണുമ്പോൾ എത്രത്തോളം നമ്മൾ ഭംഗി കൂട്ടും നമുക്ക് അത്രത്തോളം വരുമാനം നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ വേണം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്. നമ്മൾ നല്ല ഫ്രോക്കിൻ്റെ കൂടെയും അതുപോലെ പട്ടുപാവാട ബ്ലൗസിൻ്റെ കൂടെയൊക്കെ മാച്ചായിട്ടുള്ള നല്ല ഗോൾഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഹെയർ ബാൻഡ് ഉള്ളത്. ഇതിൻ്റെ തന്നെ നമുക്ക് പല വെറൈറ്റി കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനത് കമ്പി യൂസ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഞാനിത് ഇതേപോലെ ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ അടിവശവും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല എന്താ പറയുക നല്ല നീറ്റിൽ അതങ്ങനെ നിന്നോളൂ. നമ്മൾ ആ കമ്പി ചുറ്റി കൊടുത്തതൊന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നല്ല ഹെയർ ബാൻഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വരുമാനം നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലൂടെ നമുക്ക് ഉണ്ടാക്കാം. നല്ല പൈസ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.